ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബക്ലാവയാണ്. ഇപ്പോൾ മാവ് ഉണ്ടാക്കുന്നത് മുതൽ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബക്ലാവയുടെ മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കട്ടിയായിട്ടുള്ള മോരാണ്. അപ്പോൾ നമ്മൾ തൈര് എടുത്തിട്ട് തൈരിൻ്റെ കൂടെയുള്ള വെള്ളം ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 25 ml ആണ് അത് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ 1.5 ടേബിൾ സ്പൂൺ, അത് 22 ml ഉണ്ട്. വെള്ളം 3 ടേബിൾ സ്പൂൺ. വെള്ളം റൂം ടെമ്പറേച്ചർ വെള്ളമാണ് ചേർക്കുന്നത്. ഉപ്പ് 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് അരിച്ചെടുത്ത മൈദ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ ഏകദേശം 127 ഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കണം. വിനാഗിരി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ കുഴയ്ക്കണം. ഇപ്പോൾ കുഴച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വെള്ളം ഓരോ പൊടി മൈദയുടെ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും വെള്ളം ചേർക്കുന്നത്. അപ്പോൾ പൊടി കുഴയ്ക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഒട്ടും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് 1/2 ടീസ്പൂൺ വെള്ളം ചേർത്ത് നോക്കണം. ചേർത്തിട്ട് കുഴയ്ക്കുക. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ചേർക്കണം. അത് ഓരോ മൈദയുടെ ബ്രാൻഡിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ നല്ലതുപോലെ ആ പൊടിയെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ കുഴയ്ക്കണം. ഒരു 10 മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ബക്ലാവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് 11.7 ആണ്. ഇപ്പോൾ 10 മിനിറ്റ് കുഴച്ചിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു അരമണിക്കൂർ മാവ് അടച്ചു വയ്ക്കണം.